സോ നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട റിസൾട്ട് ഏതാ? a raised to m whole raised to n എന്ന് പറയുന്നത് a raised to m into n ആയിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, എക്സ്പോണൻസിന്റെ ഈ ഒരു റിസൾട്ട് നമുക്ക് അറിയാമെങ്കിൽ ഈ പ്രോബ്ലം എന്ത് ചെയ്യാം? നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാറ്ററ്റ് കാറ്റഗറി 3 മാത്സിന്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാറ്റഗറി 3യിൽ ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് 2 മൊഡ്യൂൾ, കാറ്റഗറി 3 മാത്സിന്റെ സിലബസ് നോക്കിയാൽ ആദ്യത്തെ 2 മൊഡ്യൂൾസ് എന്ന് പറയുന്നത് അരിതമെറ്റിക്കും ഓൾജിബ്രയാണ്. ഈ 2 മൊഡ്യൂളിൽ നിന്നും വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. a raised to b എന്ന് പറയുന്നത് 125 ആണെങ്കിൽ, if a raised to b equal to 125, then what is a raised to 2b by 3? നമുക്കറിയാം എക്സ്പോണൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. കാറ്റഗറി 3യിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പോണൻസിന്റെ ടോപ്പിക്കിൽ നിന്നും അല്ലെങ്കിൽ എക്സ്പോണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും സ്ഥിരമായിട്ട് ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട്. അതിൽ നിന്നും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. a raised to b എന്ന് പറയുന്നത് 125 ആണെങ്കിൽ a raised to 2b by 3യുടെ വാല്യൂ എന്തായിരിക്കും? അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. a raised to b എന്ന് പറയുന്നത് 125 എന്ന് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, സോ എനിക്ക് ഇതിൽ നിന്നുമാണ് എനിക്ക് എവിടെ എത്തേണ്ടത്? a raised to 2b by 3യിലോട്ട് എത്തേണ്ടത്. ഓക്കെ, സോ ഞാൻ ഇതിനെ ആദ്യം ഈ 125 എന്നുള്ളതിനെ ജസ്റ്റ് 5 ക്യൂബ് എന്ന് ഞാൻ എഴുതാണ്. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് കിട്ടി? a raised to b equal to 5 ക്യൂബ് എന്ന് കിട്ടി. ഇനി ഇതിൽ നിന്നും a raised to b equal to 5 ക്യൂബ് ഞാൻ രണ്ട് സൈഡും, ഈ ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡും ഒരു ക്യൂബ് റൂട്ട് എടുക്കുകയാണ്. ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഹോൾ റേസ് ടു 1/3. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? a raised to b ഹോൾ റേസ് ടു 1/3 ഈക്വൽ ടു 5 ക്യൂബ് ഹോൾ റേസ് ടു എന്ത് വരും? 1/3 എന്ന് വരും. ഓക്കെ, a raised to b equal to 5 ക്യൂബ് എന്ന് പറയുന്ന ഇക്വേഷന്റെ രണ്ട് സൈഡ് ഞാൻ ക്യൂബ് റൂട്ട് എടുത്തു. സോ a raised to b ഹോൾ റേസ് ടു 1/3 ഈക്വൽ ടു 5 ക്യൂബ് ഹോൾ റേസ് ടു 1/3. റെഡി അല്ലേ? ഇതെനിക്ക് എന്ത് കിട്ടും? നമുക്കറിയാം a raised to m ഹോൾ റേസ് ടു n, എക്സ്പോണൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ്. a raised to m ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് a raised to m into n ആയിരിക്കും. ഓക്കെ, a raised to m ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് a raised to m into n, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ a raised to m into n ആയിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടി മാത്രം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോബ്ലം സുഖമായിട്ട് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടി വരില്ലേ? a raised to b whole raised to 1/3, a raised to m whole raised to n എന്ന് പറയുന്നത് എന്തായിരിക്കും? a raised to m n ആയിരിക്കും. സോ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? a raised to b by 3 ഈക്വൽ ടു ഇവിടെ എന്തായി പോകും? 5 ആയി പോകും. 3 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് എന്ത് വരും? a raised to b by 3 ഈക്വൽ ടു 5. a raised to b by 3 5 ആണെങ്കിൽ ഞാൻ ഈ ഇക്വേഷന്റെ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാണ്. നമുക്ക് എന്താ കിട്ടുക നോക്കാം. a raised to b by 3 equal to 5. ഞാൻ രണ്ട് സൈഡ് എന്ത് ചെയ്തു? സ്ക്വയർ എടുക്കുന്നു. a raised to b by 3 whole square equal to 5 square. a raised to m whole raised to n equal to this. സോ ഈ പ്രോപ്പർട്ടി നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യുന്നു. എനിക്ക് ഇവിടെ എന്ത് കിട്ടും? a raised to 2b by 3 equal to 5 സ്ക്വയർ എന്ന് പറയുന്നത് 25. a raised to 2b by 3 എന്ത് കിട്ടി? 25. അതാണ് നമ്മളവിടെ എന്ത് ചോദിച്ചിട്ടുള്ളത് അല്ലെ? a raised to 2b by 3 ആണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് എന്ത് കിട്ടും? 25 എന്ന് കിട്ടും. റെഡി? സോ നമുക്ക് എന്ത് കിട്ടി? a raised to b 125 ആണെങ്കിൽ a raised to 2b by 3 എന്ന് പറയുന്നത് 25 ആയിരിക്കും. റെഡി അല്ലേ? സോ നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട റിസൾട്ട് ഏതാ? a raised to m whole raised to n എന്ന് പറയുന്നത് a raised to m into n ആയിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, എക്സ്പോണൻസിന്റെ ഈ ഒരു റിസൾട്ട് നമുക്ക് അറിയാമെങ്കിൽ ഈ പ്രോബ്ലം എന്ത് ചെയ്യാം? നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് തന്നെ അരിതമെറ്റിക് എന്ന് പറയുന്ന മൊഡ്യൂളിൽ തന്നെ അരിതമെറ്റിക് സീക്വൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ നോക്കാം. mth term of an arithmetic sequence is n and the nth term is m. അങ്ങനെയാണെങ്കിൽ m പ്ലസ് n പ്ലസ് pth ടേം എന്തായിരിക്കും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അരിതമെറ്റിക് സീക്വൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്താ? mth ടേം എന്ന് പറഞ്ഞാൽ am ആണ്. mth ടേം ഓഫ് ആൻ അരിതമെറ്റിക് സീക്വൻസ് ഈസ് n. സോ am എന്ന് പറയുന്നതിന് എനിക്ക് n ആയിട്ട് എഴുതാം. nth ടേം ഈസ് m. അങ്ങനെയാണെങ്കിൽ an
എന്ന് പറയുന്നത് എന്തായിരിക്കും? എം ആയിരിക്കും. an ഈക്വൽ ടു എം ആയിരിക്കും. സോ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. am എന്ന് പറയുന്നത് എന്നും an എന്ന് പറയുന്നത് എമ്മും mth ടേം എന്നും nth ടേം എമ്മും ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് m പ്ലസ് n പ്ലസ് pth ടേം കണ്ടുപിടിക്കണം അല്ലെ. ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിലും അവിടെ nth ടേം അല്ലെങ്കിൽ an എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലെ. സോ ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസ് എടുത്താലും അവിടുത്തെ nth ടേം എന്തായിരിക്കും? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആയിരിക്കും. a എന്ന് പറഞ്ഞാൽ ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും d എന്ന് പറഞ്ഞാൽ ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസും ആണ്. ഓക്കെ, സോ എയും ഡിയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏത് സീക്വൻസ് എടുത്താലും ഏത് ടേം വേണമെങ്കിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇവിടെയും എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ? a m പ്ലസ് n പ്ലസ് p ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനും എനിക്ക് എന്ത് ആവശ്യമാണ്? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എനിക്ക് ആവശ്യമാണ്. ഓക്കെ, കോമൺ ഡിഫറൻസ് എനിക്ക് എങ്ങനെ കിട്ടും? ഈ രണ്ടെണ്ണം എയും ഡിയും കണ്ടുപിടിക്കലാണ് എൻ്റെ ആദ്യത്തെ ടാസ്ക്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു സീക്വൻസിൽ mth ടേം എന്നും nth ടേം എമ്മുമായിട്ട് വരുന്ന ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിന്റെയും പ്രോപ്പർട്ടി അവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. അത് നോട്ട് ചെയ്ത് വെക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. am എന്നും an എമ്മും mth ടേം എന്ന് പറയുന്നത് എന്നും nth ടേം എമ്മുമായിട്ടുള്ള ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസ് എടുത്താലും അവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ആരായിരിക്കും? -1 ആയിരിക്കും. ഓക്കെ, സോ കോമൺ ഡിഫറൻസ് -1 കിട്ടി. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് a ആണ്. ഓക്കെ, അതിന് നമുക്ക് ഈ ഒരു ഫോർമുല തന്നെ യൂസ് ചെയ്യാം. an എന്ന് പറയുന്നത് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അതിൽ നിന്നും ജസ്റ്റ് നമ്മൾ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. an എന്ന് പറഞ്ഞാൽ nth ടേം ആണ്. nth ടേം എന്ന് പറയുന്നത് എന്ത് കിട്ടും? m കിട്ടും. സോ m ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ ആരാ? -1 ആണ്. ഇതിൽ നിന്നും a മൈനസ് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് -n പ്ലസ് 1 -1 ഇൻറ്റു -1 പ്ലസ് 1 m ഈക്വൽ ടു a മൈനസ് n പ്ലസ് 1 എന്ന് കിട്ടി. എനിക്ക് ആവശ്യം ആരാ? a ആണ്. a ഞാൻ ഇവിടെ തന്നെ നിർത്തുന്നു. ബാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം m പ്ലസ് n -1 എന്ന് വരും അല്ലെ. m പ്ലസ് n -1 എന്ന് വരും. സോ എയുടെ വാല്യൂ കിട്ടി, ഡിയുടെ വാല്യൂ കിട്ടി -1 ആണെന്ന്. ഇനി എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് a m പ്ലസ് n പ്ലസ് p ആണ്. ഓക്കെ, ഇവിടെ അപ്പം എന്നിന് പകരം ഞാൻ കൊടുക്കുന്നത് m പ്ലസ് n പ്ലസ് p ആയിരിക്കും. എഗെയിൻ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ a പ്ലസ് a എന്ന് പറയുന്നത് ആരാ? m പ്ലസ് n മൈനസ് 1 a പ്ലസ് n മൈനസ് 1 n എന്ന് പറഞ്ഞാൽ m പ്ലസ് n പ്ലസ് p -1 ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ ആരാ? -1. അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് m പ്ലസ് n മൈനസ് 1 മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം -m മൈനസ് n മൈനസ് p -1 ഇൻറ്റു -1 പ്ലസ് 1 എന്ന് വരും. ഓക്കെ, ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇവിടെ ഒരു പ്ലസ് m ഉണ്ട്, -m ഉണ്ട്, പ്ലസ് n മൈനസ് n -1 പ്ലസ് 1 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ബാലൻസ് ആര് മാത്രം വരും? -p എന്ന് വരും അല്ലെ. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? a m പ്ലസ് n പ്ലസ് p അല്ലെങ്കിൽ m പ്ലസ് n പ്ലസ് p ടേം എന്ന് പറയുന്നത് ആരാ? -p. -p എവിടെ? ഓപ്ഷൻ ബി ആണ്. ആര്? -p എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ടൈപ്പിലുള്ള അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഏറ്റവും വലിയൊരു പ്രോപ്പർട്ടിയാണ് എന്ത്? അങ്ങനത്തെ ഉള്ള അരിത്തമെറ്റിക് സീക്വൻസുകളുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -1 ആണ്. ഡി എന്ന് പറയുന്നത് -1 ആണ്. അപ്പം ഇത് മാത്രം ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു പ്രോപ്പർട്ടി അറിയാമെങ്കിൽ, ഈ ഒരു ഫോർമുലയെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഓക്കെ, സോ am എന്നും mth ടേം എന്നും nth ടേം എമ്മുമായിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസുകളുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? -1 ആയിരിക്കും. ഓക്കെ, അതിവിടെ നോട്ട് ചെയ്ത് വെക്കുക. അത് നോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ? a പ്ലസ് 1/a എന്ന് പറയുന്നത് 2 ആണെങ്കിൽ a raised to 2024 പ്ലസ് 1/a raised to 2024 എന്തായിരിക്കും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് തന്നിട്ടുള്ളത് a പ്ലസ് 1/a ഈക്വൽ ടു എന്താ? 2 ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക എന്നൊന്ന് നോക്കി നോക്കാം. ഇതൊന്ന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്തേ. a പ്ലസ് 1/a 2 ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. a സ്ക്വയർ പ്ലസ് 1/a ഈക്വൽ ടു എന്ത് വരും? 2. ഇതിൽ നിന്ന് എനിക്ക് a സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു a മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2a എന്ന് കിട്ടും. അതായത് ഞാൻ ഈ 2a ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. a സ്ക്വയർ മൈനസ് 2a പ്ലസ് 1 ഈക്വൽ ടു എന്ത് വരും?
0. ഇതാരാ? എ സ്ക്വയർ മൈനസ് 2a പ്ലസ് 1 എന്ന് പറയുന്നത് എ മൈനസ് 1 ദി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. എ മൈനസ് 1 ദി ഹോൾ സ്ക്വയർ ആരാ? എ സ്ക്വയർ മൈനസ് 2a പ്ലസ് 1 അല്ലെ? സോ എ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. എ മൈനസ് 1ന്റെ സ്ക്വയർ 0 ആണെങ്കിൽ എ മൈനസ് 1 ആരായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് ഈസ് എ ആരായിരിക്കും? 1 ആയിരിക്കും. സോ എയുടെ വാല്യൂ എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. അവർ തന്നിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് ഞാൻ പോയപ്പം എനിക്ക് കിട്ടിയത് എയുടെ വാല്യൂ എന്താ? 1 ആണെന്ന് കിട്ടി. എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചിട്ടുള്ളത് എ റേസ് ടു 2024 പ്ലസ് 1 എ റേസ് ടു 2024 ആണ് അല്ലെ? എയുടെ വാല്യൂ 1 വെറുതെ ഇട്ട് കൊടുത്താൽ മതി. 1 റേസ് ടു 2024 പ്ലസ് 1/1 റേസ് ടു 2024. 1ന്റെ പവർ ഏത് നമ്പർ വന്നാലും ആൻസർ എത്ര തന്നെയാണ്? 1 ആണ്. 1 പ്ലസ് 1 എനിക്ക് ആൻസർ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ, സോ എ റേസ് ടു 2024 പ്ലസ് 1 എ റേസ് ടു 2024 ആൻസർ ഈസ് 2. ഓപ്ഷൻ എ ആയിരിക്കും എന്ത് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി ഇവിടെ ഈ 2024 പകരം ഏത് നമ്പർ വന്നാലും എന്റെ ആൻസർ എന്ത് തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും അല്ലെ? ഇനി ഇവിടെ നിങ്ങൾക്ക് ചോദിക്കുകയാണ് എ റേസ് ടു 2026 പ്ലസ് 1 എ റേസ് ടു 2026. ഓക്കെ, എ പ്ലസ് 1 എന്ന് പറയുന്നത് 2 ആണ്. എ റേസ് ടു 2026 പ്ലസ് 1 എ റേസ് ടു 2026 ഇതെന്ത് തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും അല്ലെ? സോ നമുക്ക് എന്ത് ചെയ്യാം? അവർ തന്നിട്ടുള്ള കണ്ടീഷനിൽ നിന്നും തന്നെ നമുക്ക് എന്ത് ചെയ്തു? ആൻസറിലോട്ട് എത്തി. സോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, സോ കാറ്ററ്റ് കാറ്റഗറി 3യുടെ ആദ്യത്തെ 2 മൊഡ്യൂളിൽ നിന്നുള്ള 3 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് ചെയ്തത്. ഇതേപോലെ ഇനിയും നമ്മൾ എന്ത് ചെയ്യണം? ഈ കാറ്ററ്റ് കാറ്റഗറി 3യുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.